നമസ്കാരം, ഞാൻ ഡോക്ടർ ഷബ്നം. ഞാൻ ഫാത്തിമ ഹോസ്പിറ്റൽ കണ്ണൂരിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിനെ കുറിച്ചൊരു വാഗ് ഐഡിയ, ഒരു ചെറുതായിട്ടൊരു ഐഡിയ പറയാം. അതായത് നമ്മളിപ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല, ഇപ്പോഴൊക്കെ എല്ലാവരും പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു കപ്പിൾ പ്രഗ്നൻ്റ് ആവാൻ അവർ പ്ലാൻ ചെയ്യുമ്പോൾ യൂഷ്വലി ഇപ്പോൾ ഞാൻ ഒ പിയിലിരുന്ന് കണ്ടിട്ടുള്ളത്, എല്ലാവരും വന്നൊന്ന് കൺസൾട്ട് ചെയ്യും, എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണ്ടേ ഇതൊക്കെ ചോദിച്ചിട്ട്. ന്യൂറോളജിക്കൽ ഡിഫക്ട്സ്, കുഞ്ഞിന് വരാനുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ. അപ്പം നമ്മൾ പ്രഗ്നൻസി യൂഷ്വലായിട്ട് 3 ട്രൈമസ്റ്ററായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 14 ആഴ്ച വരേക്കുമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഉള്ളത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം? ഒരു ടയർഡ്നെസ്, ഓക്കാനും വരലോ ഛർദിയോ, ഇതൊക്കെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കാണുന്ന സിംറ്റംസ്. വരാൻ പാടില്ലാത്തതൊന്നും വിചാരിക്കേണ്ട, അത് ഉണ്ടാവേണ്ടതാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യൂഷ്വലി. അത് കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യും, അതിനനുസരിച്ചുള്ള ടാബ്ലറ്റ്സ് എടുക്കുകയും ചെയ്യാം.